പൈസയാണ് വലുത്. അത് തന്നെയാണ് റിയാലിറ്റി. നമുക്ക് പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ അത്രയും പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കലയും വേണം, ഇതും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണം. ഇതിൻ്റെ ഇടയിലാണ് ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് കലാകാരന്മാർ ഇതിനെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കലാകാരന്മാരാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തത്. എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. സുര എന്നുള്ള ക്യാരക്ടർ ശരിക്കും ഞാനല്ല, അത് ഒരുപാട് പേരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണത്. ഞാൻ ഉൾപ്പെടെ. സത്യം, ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട്. ആൾക്കാർക്ക് അത് മനസ്സിലായില്ല, അത് മതി. അല്ല, ആ സിനിമയിൽ കുറേ കാര്യങ്ങളുണ്ട്, കുറേ സീൻസ് വരെ ഉണ്ട്. ലൈക്ക് ആദ്യം തന്നെ ഇപ്പം സുരയുടെ അടുത്ത് ഭയങ്കര ഒരു പുച്ഛഭാവമുണ്ട്. ഇവനെന്തിനാ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നേ. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും അങ്ങനെ കിടക്കും ഉള്ളിൽ, അങ്ങനെ അല്ലേ? അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് റിയൽ ലൈഫിൽ ഇതുപോലെ? ഈ ഒരു മാറ്റി നിർത്തപ്പെടുക, നമ്മള് ഈ സിനിമയിൽ അങ്ങനെ ഒരുപാട് പോർട്രേ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ വരുന്ന വഴിക്ക് ആണെങ്കിലും അവിടെ ഇരിക്കുമ്പോഴാണെങ്കിലും അത് ഈ നമ്മൾക്ക് എന്താ പറയുന്നത്, ഇപ്പം കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ പണ്ട് കാലത്ത് കേട്ടോ, ഇപ്പം ഒന്നല്ല, പണ്ട് കാലത്ത് ഇപ്പോഴൊക്കെയാണ് ഫ്രീക്കായിട്ട് വരുന്നത് വലിയൊരു മാസമെന്ന് പറയുന്നത്. പണ്ട് കാലത്ത് അതൊരു മാസമല്ലായിരുന്നു. അവരെ നമ്മൾ ശ്രദ്ധിക്കപ്പെടും, നോട്ടീസ് ചെയ്യും നമ്മളെ ഭയങ്കരമായിട്ട്. അവനെന്താ മുടി വളർത്തിയേക്കണേ, ഒരു തരം അവർ സമൂഹത്തിൻ്റെ ഉള്ളിൽ കാണിക്കില്ല. ഐ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ആ ഒരു അവസരത്തിലാണ് അവരത് കാണിക്കുക നമ്മുടെ അടുത്ത്.